പ്രൈസിലോട് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിലെ സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു എന്ന് ചിന്തിക്കുക. ആധാരമായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവ തൻ്റെ ജനത്തിന് ഉത്തരം അരുളിയത്, നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, ഞാൻ ഇതിനാൽ നിങ്ങൾ ജാതി ഇടയിൽ നിന്നകയാവുകയില്ല. ഇവിടെ പറയും യഹോവ തൻ്റെ ജനത്തിന് ഉത്തരമാണ്. അപ്പോൾ ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുകയാണ്. യോവേൽ പ്രവാചകനിലൂടെ ദൈവം തൻ്റെ ജനത്തിന് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയത്. അപ്പം അവരിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുവാണെങ്കിൽ, ഇന്ന് ഇസ്രായേൽ ജനം കഠിനമായ വരൾച്ചയിലൂടെയും കഠിനമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യത്തിലാണ് ഇന്ന് ഇസ്രായേൽ ജനമായിരുന്നത്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനം ഇത് കടന്നു പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ദൈവത്തെ മറന്നു കളഞ്ഞു. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ അവർ മറന്നു കളഞ്ഞു. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത അവർ ചെയ്തു. ദൈവത്തിനെതിരായിട്ടുള്ള പാപമാണ് വിഗ്രഹാരാധന. അന്യദൈവങ്ങളെ സേവിച്ചു. യഹോവയായ ദൈവമാണ്, ഏകസത്യ ദൈവമാണ് നമ്മുടെ ദൈവം. എന്നാൽ ഈ ദൈവത്തെ മറന്നിട്ട് ഇവരെന്ത് ചെയ്തു? മറ്റ് ദൈവങ്ങളിലേക്ക്, വിഗ്രഹങ്ങളിലേക്ക്, ദേവന്മാരിലേക്ക് ഇവരുടെ ശ്രദ്ധയെ കൊണ്ടുപോയപ്പോൾ ദൈവം അവരെ കഷ്ടങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അന്ന് നിരന്തരമായി ദൈവം ഈ കഷ്ടങ്ങൾ അവരെ ചെയ്ത് കഴിഞ്ഞു. ഇസ്രായേലിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ദൈവം അവരെ അനുഗ്രഹിക്കും, ദൈവർക്ക് വാഗ്ദത്തങ്ങൾ നൽകും. പക്ഷെ എന്നാൽ എന്ത് ചെയ്യുക? പലപ്പോഴും അവർ സന്തോഷം വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യുക? ദൈവത്തിന് അകന്നു പോകുവാനിടയാകും. ദൈവത്തിന് ഇവർ അകന്നു പോയി ഇവർക്കൊരു കഷ്ടത്തിൽ ദൈവം അതിനറിയാം അതിര് കടന്നുള്ള പാപത്തിലേക്ക് പോകുമ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തെ കഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാനിടയാകും. അങ്ങനെ ഇസ്രായേൽ ജനത്തിന് കഷ്ടത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തൊരു വേദഭാഗമാണ് നാം വായിച്ചത്. യഹോവ തൻ്റെ ജനത്തിന് ഉത്തരം അരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, അതിനാൽ നിങ്ങൾ തൃപ്തി പ്രാപിക്കും, ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ നിന്നയാക്കുക. അപ്പോൾ ജാതികളുടെ ഇടയിൽ എന്ത് ചെയ്യുക? തൻ്റെ ജനത്തിന് ആഹാരമില്ല, അവരുടെ സന്തോഷമില്ല. അവർക്ക് വീഞ്ഞെന്ന് പറഞ്ഞാൽ അവരുടെ വീഞ്ഞെന്ന് പറയുന്നത് അവരുടെ സന്തോഷത്തെ കാണിക്കും. ഇസ്രായേൽ ജനത്തിന് വീഞ്ഞെന്ന് പറയുന്നത് സന്തോഷത്തെ കാണിക്കുന്നതാണ്. എണ്ണയെന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ആത്മാവിനെ അവിടെ കാണിക്കുന്നത്. ധ്യാനം എന്ന് പറയുന്ന ആഹാരത്തെ അവിടെ കാണിക്കുന്നത്. ഈ 3 കാര്യവും തൻ്റെ ജനത്തിന് ഇല്ലാതെ പോയി അവരെന്ത് ചെയ്യുക? ഇന്ന് ജാതികളുടെ നിന്നയാകുകയാണ്. നിന്നയാകുമ്പോൾ ദൈവത്തോട് ഇവർ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ദൈവത്തെ നിലവിളിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അങ്ങനെയാണ് ദൈവം തൻ്റെ ജനത്തിന് ഉത്തരം അരുളിയത്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ധ്യാനവും വീഞ്ഞും എണ്ണയും നൽകും. അതായത് നിങ്ങൾക്ക് ആഹാരം ഞാൻ നിങ്ങൾക്ക് തരും, നിങ്ങളുടെ സന്തോഷമാതിനെ വീഞ്ഞിനെ ഞാൻ നിങ്ങൾക്ക് നൽകും. ദൈവത്തിൻ്റെ ആത്മാവ് എണ്ണയെ നമുക്കറിയാം. ഈ ദേവാലയ കാര്യങ്ങളിലൊക്കെ എണ്ണയാണ്. നമുക്കറിയാം ദാവീദിനെ ദൈവം എണ്ണ ശൗമേൽ എന്ത് ചെയ്യുക? എണ്ണ കൊണ്ട് തൈലക്കൊമ്പുമായിട്ടാണ് അഭിഷേകം. അപ്പം അതിൽ നിന്ന് ഒഴുകുന്ന ഒരു എണ്ണയുണ്ട്. അപ്പം ഈ എണ്ണയൊക്കെ അവിടെ ആലയങ്ങളിൽ പുരോഹിതന്മാർ ഹല്ലേലൂയ ശുശ്രൂഷ ചെയ്യുമ്പം എണ്ണ എന്ന് കാണിക്കുന്നത് വിശുദ്ധിയെ കാണിക്കുന്നത്. അത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ ഒരു എന്താ പറയുക, ഒരു സൈഡിനെ കാണിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പാട്ടിനെ കാണിക്കും. എണ്ണ കൊണ്ട് അഭിഷേകം, നിന്നെ എണ്ണ കൊണ്ട് അഭിഷേകം, നിന്റെ തൈലം എന്ത് ചെയ്യുക? നിറഞ്ഞ കവിയും. അതൊക്കെ കാണിക്കുന്നത് എന്ത് ചെയ്യുക? ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം കാണിക്കുന്നത്. പക്ഷെ ഇന്ന് എന്ത് ചെയ്യുക? അവർക്ക് എണ്ണയില്ല. കാരണം ആരാധന ആലയത്തിൽ ഇന്ന് ആ വിളക്കുകൾ കത്തിച്ചു വെക്കേണ്ടതിന് എണ്ണ പകരേണ്ടതിന് എന്ത് ചെയ്യുക? ആലയത്തിൽ എണ്ണ പോലും, ദൈവ സാന്നിധ്യം പോലും ഇല്ലാതിരിക്കുന്ന ഒരനുഭവം. ജനം വല്ലാതെ ഞെരുങ്ങുന്ന ഒരനുഭവം, കഷ്ടപ്പെടുന്ന ഒരനുഭവം. തക്ക സമയത്ത് എന്ത് ചെയ്യുക? ആഹാരം കഴിക്കാനില്ല. അവർ അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ അതിന് ഫലമില്ലാതെ ഇരിക്കുമ്പോൾ അവരെന്ത് ചെയ്യുക? ദൈവസൻ നിലവിളിക്കുന്നത് കാണുവാൻ കഴിയും. അങ്ങനെ എന്ത് ചെയ്യുക? അതിനാൽ അവർ തൃപ്തി പ്രാപിക്കും. ഇന്ന് തൃപ്തിയില്ലാതിരിക്കുമ്പോൾ എന്ത് ചെയ്യാം? ദൈവം കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? തൃപ്തി ഉണ്ടാകും. ദൈവം തന്നാൽ മാത്രം തൃപ്തി ഉണ്ടാകും. പക്ഷെ ഇന്ന് എന്ത് ചെയ്യുക? അവർക്ക് ദൈവം കൊടുക്കുന്നില്ല. ഹല്ലേലൂയ അവർ യാതൊരു നിന്നയാകുകയാണ്. അപ്പോൾ ഇവിടെ ദൈവം യോബിലൂടെ സംസാരിക്കുകയാണ്. എന്ത് ചെയ്യുക? ഹല്ലേലൂയ തൻ്റെ ജനദൈവം ഉത്തരമരുളും. ദേശമേ ഭയപ്പെടേണ്ട, യഹോവ സന്തോഷിച്ച് ഉല്ലസിക്കുക, യഹോവ നിങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്ത് നോക്കുക. അവരെ ശൂന്യമായ ഹല്ലേലൂയ ഇവരെ നിന്ദിച്ചു കൊണ്ടിരുന്ന, ഇവരെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന ശത്രുവിനെ ദൈവം എന്ത് ചെയ്തു? ഹല്ലേലൂയ കടലിൽ ഇട്ട് കളഞ്ഞു. അവൻ വമ്പ് കാട്ടിക്കൊണ്ടിരിക്കെ അവൻ്റെ ദുർഗന്ധം പൊങ്ങുകയും നാറ്റം കയറുകയും ചെയ്തു. നിങ്ങളുടെ ശത്രുവിനെ, നിങ്ങളുടെ വടക്കു നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്താക്കി,
വരണ്ടതും ശൂന്യമായൊരു കടൽ ദേശത്തേക്ക് നീക്കി. അവന് മുൻപടെ കിഴക്കേ കടൽ, പിൻപടയെ പടിഞ്ഞാറെ കളയും. നോക്കുക, ദൈവജനത്തെ, ആമേ, ഇസ്രായേൽ ജനത്തെ, ദൈവത്തിന്റെ ജനത്തെ, ആമേ, ആ ശത്രു ഇവർക്കെതിരായി നിന്ന് പടയൊരുക്കിയ ആ ശത്രുവിനെ ദൈവം എന്ത് ചെയ്യുക? ആമേ, ഇതാണ് യഹോവയുടെ ദിവസം. തൻ്റെ ശത്രുവിൻ്റെ നേരെ ദൈവം തൻ്റെ ക്രോധം അയച്ചു. അവൻ അവരെ എന്ത് ചെയ്യുക? നശിപ്പിച്ചു. നമുക്കറിയാം, ആമേ, ഹല്ലേലൂയ, ഫറവോനെ ചെങ്കടലിൽ തള്ളിക്കളഞ്ഞതുപോലെ, ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവന്ന പോലെ പിന്നെയും ദൈവം എന്ത് ചെയ്തു? തൻ്റെ, ഹല്ലേലൂയ, വലിയൊരു പ്രവൃത്തി കർത്താവ് ചെയ്യുവാൻ. അങ്ങനെ ഇത് ഇസ്രായേൽ ജനത്തോട് പറയാം, ദേശമേ ഭയപ്പെടേണ്ട, യഹോവ ഘോഷിച്ചുല്ലസിക്കുക, സന്തോഷിക്കുക, യഹോവ വൻ കാര്യം നിങ്ങൾ ചെയ്തിരിക്കുന്നു. എന്നിട്ട് വയലിലെ മൃഗങ്ങളെ എന്ന് പറയാം, ഇസ്രായേൽ മക്കളെ, അല്ലെങ്കിൽ ഘോഷിച്ചുല്ലസിക്കുക, ദൈവമായ യഹോവയെ സന്തോഷിക്കുവേൻ, അവ നിങ്ങൾക്ക് തക്ക അളവായ അമീൻ മുൻവഴി തരുന്നു. മുൻപത്തെ പോലെ നിങ്ങൾക്ക് പിൻവഴിയും മുൻവഴിയും. ഈ കഷ്ടങ്ങൾക്ക് മുമ്പ് ഇവർക്ക് ഇതെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ എന്ത് ചെയ്യാം? കഷ്ടങ്ങൾ വരുമ്പോൾ ദൈവത്തിന് അകന്നു പോയപ്പോൾ ശത്രു ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുത്തു. അവർക്ക് ഇന്ന് ദൈവത്താൽ ഒന്നും ലഭിക്കുന്നില്ല. അങ്ങനെ കളപ്പുരയിൽ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് നോക്കുക, കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. നിങ്ങളുടെ ഇടയിൽ ഞാൻ അയച്ച, ദൈവം പറയാം, നിങ്ങളുടെ ഇടയിൽ ഞാൻ അയച്ച എൻ്റെ മഹാസൈന്യം വെട്ടിക്കളിയും. അമ്മ വിട്ടിലും തുള്ളനും പച്ച തിന്നുകള സംവരസങ്ങൾ ഞാൻ നിങ്ങൾക്ക് മടക്കി നൽകും. ഒരിക്കൽ ദൈവത്തിന് അകന്നു പോയി ദൈവത്തിന് മടങ്ങി വന്നപ്പോൾ കർത്താവ് അത് മടക്കി കൊടുക്കുമെന്നാണ് അമ്മ പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ വീണ്ടും തിന്നു തൃപ്തരായി നിങ്ങളോട് അത്ഭുതകരമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എൻ്റെ ജനം ഒരു നാളും ലജിച്ചു പോകത്തില്ല. ഒക്കെ ദൈവത്തിൻ്റെ ജനം എന്താ? ഒരു നാളും ലജിച്ചു പോകരുത്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നിങ്ങൾ ഈ ദൈവവചനം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്നാണോ ദൈവത്തിൻ്റെ സന്നിധിയിൽ അകന്നു പോകുന്നത്, ദൈവം നിങ്ങളെ ശത്രുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കും. യോബ് തൻ്റെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. യോബിനെ കുറിച്ച് നാം പഠിക്കുകയാണെങ്കിൽ, യോബ് തൻ്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, തനിക്ക് ദോഷം വന്നപ്പോൾ യോബ് ദൈവത്തെ കുറ്റം പറഞ്ഞ്, സാത്താനെയും കുറ്റം പറഞ്ഞില്ല, പകരം എന്ത് ചെയ്തു? ദൈവം എന്നെ പണിയുകയാണ്, ദൈവമാണ് എൻ്റെ മേൽ കഷ്ടം അനുഭവിച്ചത്, അപ്പം ദൈവം അനുവദിക്കാതെ എൻ്റെ ഒന്നും വരത്തില്ലെന്ന് എന്ത് ചെയ്യുക? യോബ് ദൈവത്തിൻ്റെ സന്നിധിയിലും അവൻ തൻ്റെ ജീവിതത്തിലും എന്ത് ചെയ്യുക? പറയുവാനിടയായി. ദൈവം അനുവദിച്ചിട്ടാണ് എൻ്റെ ജീവിതത്തിൽ കടന്നു പോയത്, അതുകൊണ്ട് ഇതാ ദൈവം അനുവദിക്കാൻ എൻ്റെ ജീവിതത്തിൽ കടന്നു വരത്തില്ല എന്ന് യോബ് പറയുവാനിടയായി. പ്രൈസുള്ള പ്രിയപ്പെട്ടവരെ, നാം ദൈവസന അകന്ന് പോയിട്ടുണ്ടെങ്കിൽ, നാം ദൈവസന മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ, ദൈവം നമുക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഇരട്ടിയായി മറുപടികളെ നൽകുവാനിടയാകും. ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിന് ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർ, എനിക്ക് പറയുവാൻ, ദൈവത്തിന് മടങ്ങി വരിക, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക, നിങ്ങളെ ദൈവം ജീവിപ്പിക്കും നിശ്ചയമായും. സ്തോത്രം.